വാളയാർ ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച ചരക്കു ലോറി സമരം തുടങ്ങി. വാളയാർ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ ചരക്കു ലോറികൾ വരുന്നത് നിർത്തിവച്ചാണ് പ്രതിഷേധം. വാളയാർ ചെക്ക് പോസ്റ്റിൽ ചരക്കു ലോറികൾ ദിവസങ്ങളോളം കിടക്കേണ്ടി വരുന്നുവെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ നൽകിയ ഉറപ്പ് 2 വർഷത്തോളമായിട്ടും നടപ്പിലാക്കിയില്ലെന്നും ആരോപിച്ചാണ് സമരം. വാളയാർ ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ 12ഓളം അതിർത്തി ചെക്ക് പോസ്റ്റുകളുടെ ചരക്കു ലോറികൾ വരുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ചെക്ക് പോസ്റ്റും ബഹിഷ്കരിക്കുമെന്നായിരുന്നു ലോറി ഉടമകളുടെ സംഘടന അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തിന് കാരണമാകുമെന്ന് കരുതി സമരം പാലക്കാട് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ മാത്രം കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രശ്നപരിഹാരം ഇനിയും വൈകിയാൽ സമരം മറ്റു ചെക്ക് പോസ്റ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടി വരുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ത് ഞങ്ങൾ ആലോചിക്കും. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈസ്റ്ററും വിഷുവിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് പരിഹാരം കാണേണ്ട ആള് അപ്പുറത്തുള്ള ആൾക്കാരാണ്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ന്യായമായ ഈ കാര്യങ്ങൾക്ക് 2 വർഷം മുമ്പ് ഓഫർ ചെയ്ത ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായാൽ ഒരു തർക്കവും ഇവിടെയല്ല, അന്നത് തീരുകയും ചെയ്യും. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിയും മുൻകൈ എടുക്കണമെന്നും വാളയാർ സന്ദർശിച്ച് പ്രശ്നം പഠിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യാതൊരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും ഇവർ വ്യക്തമാക്കി. ദിവസേന 3000ഓളം ചരക്ക് ലോറികളാണ് പാലക്കാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നുവരുന്നത്. സമരം ആരംഭിച്ചത് ലക്ഷങ്ങളുടെ നികുതി നഷ്ടത്തിനും കാരണമാകും. റിപ്പോർട്ടർ, പാലക്കാട്.